അവര് ഇവിടുന്ന് സന്തോഷമായിട്ട് ഇറങ്ങി പോകണം എന്നുള്ളതാണ്. പിന്നെ വരാൻ പൈസ ഇല്ലെങ്കിൽ കടം വാങ്ങി വരണം. വന്നിട്ട് പോകാൻ പൈസ ഇല്ലെങ്കിൽ അത്രയും ദാരിദ്ര്യമാണെങ്കിൽ ഇവിടെ ഒരു പെട്ടിയുണ്ട്, അതിനടുത്ത് പോയിക്കൊള്ളാൻ പറയും. ഇനി അത്ര ബുദ്ധിമുട്ടുള്ളവർക്ക് എന്താ വെച്ചാൽ ഇപ്പൊ എല്ലാ പൈസയും തന്ന് വരാൻ പറ്റില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് കറുത്തവാവിന് ഇവിടെ എങ്ങനെയാ വെച്ചാൽ കാലത്ത് 7 മണിക്ക് വന്നിട്ട് ഒരു 10 മണി വരെ ബുക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. ആ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു പൈസയും വേണ്ട, മുൻകൂട്ടി വിളിക്കണം എന്ന് കൂടിയില്ല. അവര് നമസ്കാരം, സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പൊ ഞാൻ നിരവധി ക്ഷേത്രങ്ങളും അതുപോലെ കുറെ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ കാണിച്ചു തന്നു, നമ്മുടെ പുണ്യസ്ഥലങ്ങളൊക്കെ. അപ്പൊ അതുപോലെ നമ്മുടെ മംഗലാംകുന്ന് എന്റെ നാട് തന്നെയാണ്. ആ മംഗലാംകുന്നത്ത് നമ്മൾ ഈ പാലക്കാട് ചെർപ്പശ്ശേരി റൂട്ടില് നമ്മൾ ഈ ഇറക്കുന്നതോട് കൂടിയിട്ട് മംഗലാകുന്ന ഇറക്കുന്നതോട് കൂടിയിട്ട് നമുക്കൊരു ആശ്രമം കാണാൻ സാധിക്കും. ഇത് ആളുകൾക്ക് പലപ്പോഴും ഇവിടെയുള്ള ആളുകൾക്ക്, എനിക്ക് സ്വാമി മുമ്പേ അറിയാം, ഇവിടെയുള്ള ആളുകൾക്ക് ഒരു സംശയം, എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് സംഭവം. അപ്പൊ കുറെ ആളുകളായി എന്റെ അടുത്ത് ഇതിന്റെ വീഡിയോ ചെയ്യാൻ പറയും. അപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇതൊരു ചർച്ചയാണ്, അതുപോലെ മംഗലാകുന്നത്താണെങ്കിലും ഒക്കെ ഇതൊരു ചർച്ചയാണ്. ഇവിടെ എന്താ നടക്കുന്നതിനെ കുറിച്ച് കൃത്യമായി ആളുകൾക്ക് അറിയില്ല. അപ്പോ ഇത് ചണ്ടാള ബാബ, ഈ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം കുറെ ആളുകൾക്ക് സ്ക്രീനിലൊക്കെ കണ്ടിട്ട് ഒരുപാട് ചാനലുകളിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അറിയാം. പിന്നെ മുമ്പ് തൊട്ട് ഈ തരത്തിലുള്ളൊരു ആധ്യാത്മിക ഇത് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ കൃത്യമായിട്ടും സ്വാമി പേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് വീഡിയോ ഒക്കെ ആയിട്ടറിയാം. പക്ഷെ നമ്മൾ ഈ സാധാരണ നാട്ടുപുറത്തുള്ള ആളുകൾക്ക്, കുറെ ആളുകൾക്ക് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അപ്പൊ അതുകൊണ്ട് അത് എന്താണ് എന്നറിയാനാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അത് എനിക്കറിയാനല്ല, നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ്. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഷെയറും ലൈക്കും ഒക്കെ കാരണമാണ് ഞാനിപ്പോൾ ഈ ഒരു തരത്തിൽ നമ്മൾ ഇത്തരം വീഡിയോകൾ എടുക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ ആളുകളിലേക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് എത്തിപ്പെടാനോ ഒക്കെ എനിക്ക് സാധിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് സ്വാമിയോട് ചോദിക്കാം, എന്താണ് ചണ്ടാള ബാബ? എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മളെ ആദിമാർഗി മഹാചണ്ടാള ബാബ, മലവാരി മുത്തൻ എന്നാണ് അറിയപ്പെടുന്നത്. പല പേരിലും അറിയപ്പെട്ടു കേട്ടോ, മലവാരി ബാബ, ബാബാജി എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ ആദിമാർഗി മഹാചണ്ടാള ബാബ എന്നൊക്കെ അല്ലെങ്കിൽ ചണ്ടാള ബാബ എന്നൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് പലപ്പോഴും നമ്മൾ ഈ ബ്രാഹ്മണൻ എന്ന പദപ്രയോഗം കേൾക്കുന്ന ഒരു സുഖം ചണ്ടാളൻ എന്ന് പറഞ്ഞാൽ കേൾക്കില്ല. ആ ഒരു സുഖക്കേട് മാറ്റുക എന്ന് തന്നെയാണ് ഈ ചണ്ടാളൻ എന്നുള്ള പദപ്രയോഗത്തിന്റെ പ്രത്യേകത. നമ്മള് ഭഗവാൻ ശങ്കരാചാര്യരുടെ ഒരു കഥ കേൾക്കാറുണ്ടായിരിക്കും. ഭഗവാൻ ശങ്കരാചാര്യര് കുളിക്കാൻ വേണ്ടി പോണ സമയത്ത് ഒരു ചണ്ടാളം വരും, 4 നായ്ക്കളുമായിട്ട് ചണ്ടാളം വരുന്നൊരു കഥയുണ്ട്. അപ്പൊ ശങ്കരാചാര്യക്ക് അന്ന് ജാതി കൊണ്ടൊരു ചിന്തയുണ്ടായിരുന്നു എന്നാ, ബ്രാഹ്മണൻ ഉത്കൃഷ്ടനാണെന്നുള്ള. അപ്പൊ ശങ്കരാചാര്യ ഇവിടെ മഴയും മാറാൻ പറയുകയും ചണ്ടാളൻ ആരാണ് മാറേണ്ടത് ചോദിച്ചു. ലാസ്റ്റ് ശങ്കരാചാര്യക്ക് മനസ്സിലാവുകയാണ് ചണ്ടാളനാവട്ടെ ആരും ആവട്ടെ ജ്ഞാനിയാണ് എന്നുള്ളത്. അപ്പൊ ഈ വർത്തമാന കാലഘട്ടത്തിലും നമ്മൾ ചില ആളുകൾക്ക് ഞാൻ ഉത്കൃഷ്ടനാണ്, ഞാൻ ജാതി കൊണ്ടായിരിക്കാം, അവരുടെ ജീവിതശൈലി കൊണ്ടായിരിക്കാം, ഓഫീസ് അല്ലെങ്കിൽ അവരുടെ ജോലി കൊണ്ടായിരിക്കാം, ഒക്കെ ചിലർക്ക് തോന്നണം ഞാൻ ഉത്കൃഷ്ടനാണ്, മറ്റൊരെക്കാൾ തണുപ്പ്. ഒരു മാനേജർക്ക് പ്യൂണിനോട് തോന്നുന്ന ഒരു മൈൻഡ് എല്ലാ രീതിയിലും ഉണ്ട് കാണുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള ഈ സമൂഹത്തോട് ഈ വർത്തമാന കാലഘട്ടത്തിൽ ചണ്ടാളവ പറയാൻ ഉദ്ദേശിക്കുന്നത് ആരും ആരേക്കാൾ വലുതല്ല. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിവില്ല. അപ്പൊ അത് ആത്മീയമായി പറയുമ്പോൾ അത്തരം ഒരു സംവിധാനം ഒരു ആശയപരമായിട്ട് രൂപീകരിക്കപ്പെടുമ്പോൾ നമ്മളുടെ ഭാരതത്തിൽ 5 ശങ്കരമഠങ്ങൾ, 4 ശങ്കരമഠ പറയാം, പക്ഷെ 5 ശങ്കരമഠങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന രീതിയുണ്ട്. ഈ 5 ശങ്കരമഠങ്ങൾ ഉണ്ടാവുമ്പോൾ 1000 കോഴിക്ക് അരക്കാടാന്ന് പറഞ്ഞ പോലെ ഭൂരിപക്ഷമായിരിക്കുന്ന ഒരു സമൂഹം, പരമ്പരാഗതമായി ഈ രാജ്യത്ത് ജീവിച്ചു വരുന്ന സംസ്കൃതി ഉൾക്കൊണ്ട് ജീവിച്ചു വരുന്ന ആളുകളെ ഞാൻ ഹിന്ദു എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ രാജ്യത്തിന്റെ സംസ്കൃതി ഉൾക്കൊണ്ടുവരുന്ന ആളുകൾ വെച്ചാൽ അത് പുറത്തുനിന്ന വൈദേശിക മതങ്ങളല്ല. അവർ ഹിന്ദു ആകുന്നത് ഇവിടെ വന്നിട്ടാണ്. മറ്റിവിടെ നിലനിൽക്കുന്ന പരമ്പരാഗത ആളുകളെ ഞാൻ പറയുന്നത്. അത് ഹിന്ദു എന്ന് പറയുമ്പോൾ ഒരു സംസ്കൃതിയല്ല, വ്യത്യസ്ത സംസ്കാരങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സംസ്കാര പദ്ധതി, ഒരു ധർമ്മ പദ്ധതി. ആ പദ്ധതിയിൽ ഭൂരിപക്ഷ ഹൈന്ദവരുടെ ആത്മീയതയോ അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യങ്ങളും തന്നെ വ്യവസ്ഥാപിത ഹൈന്ദവ ഗ്രന്ഥങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്നേ ഇല്ല, പറയുന്നേ ഇല്ല. അപ്പൊ അങ്ങനെയുള്ളത് ഇല്ലാത്തത് കൊണ്ട് തന്നെ പാർശ്വവൽക്കരിക്കപ്പെടലും അൺടച്ചബിലിറ്റി ഇന്നും നിലനിൽക്കുന്നുണ്ട്, പ്രത്യക്ഷമായിട്ടില്ല എന്നുള്ളൂ. അപ്പൊ അവരുടെ പ്രതിനിധി ആവുമ്പോൾ അതിന്റെ ഒരു ലാബിൽ തന്നെ അറിയപ്പെടുന്നതുകൊണ്ട് ആശ്രമം അതിന്റെ നിയമാവലി എഴുതി ഉണ്ടാക്കിയപ്പോൾ അതിന്റെ മഠാധിപതിയുടെ പേരാണ് ആദിമാർഗി മഹാചണ്ടാള ബാബ മലവാരി മുത്തൻ, അല്ലെങ്കിൽ മഹാചണ്ടാള ബാബ എന്നുള്ളത്. യഥാർത്ഥത്തിൽ നമുക്ക് ഒഫീഷ്യൽ നെയിം, നമ്മുടെ അച്ഛനും അമ്മയുടെ ഒഫീഷ്യൽ നെയിം ബിജു എന്നാണ്. ബിജു എന്നാണ് സാധാരണ എൻ്റെ പേര്. അച്ഛനും അമ്മയും വിളിച്ച നാട്ടുകാരൊക്കെ വിളിച്ചത് ഉണ്ണി എന്നാണ് വിളിച്ചത്. അതിനുശേഷം ഞാൻ 18ാമത്തെ വയസ്സിൽ ഉപനയന സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് പൂണൂല് ധരിക്കുകയും അതുപോലെ ഗുരുബന്ധത്തിലൂടെ നമ്മൾ വേദപഠനം ആരംഭിക്കുകയും ചെയ്തു. അപ്പൊ ഉപനയനം ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ഗുരുക്കന്മാരൊരു നാമം കൊടുക്കുന്ന രീതിയുണ്ട്. അങ്ങനെ ഉപനയനം ചെയ്തപ്പോൾ സ്വീകരിച്ചത് നാരായണ ശർമ്മ എന്നാണ്. ശർമ്മ എന്ന് പറഞ്ഞാൽ, ശർമ്മ എന്ന വാക്കിന്റെ മലയാള അർത്ഥം ആനന്ദിക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ്. ആനന്ദമുള്ളവൻ, സന്തോഷിക്കുന്നവൻ. ആനന്ദം ഉണ്ടാകണമെങ്കിൽ ജ്ഞാനം ഉണ്ടായിരിക്കണം.
അപ്പൊ നാരായണ ശർമ്മ അപ്പൊ അതുകൊണ്ട് വൈദികതയിൽ ആനന്ദിക്കുന്ന നാരായണൻ. അപ്പൊ ഈ നാരായണനും ബിജു ശർമ്മയും കൂടി ചേർന്നിട്ട് ബിജു നാരായണ ശർമ്മ എന്നാണ് പിന്നീട് നമ്മൾ കൊണ്ടുനടന്നിരുന്ന പേര് അങ്ങനെയാണ്. പക്ഷെ തുടർന്ന് എന്താ വെച്ചാല് കുറച്ച് മുന്നോട്ട് പോയ സമയത്ത് നമ്മൾ ദീക്ഷിതനാകുന്നുണ്ട്, അവധൂത ദീക്ഷ എടുക്കുന്നുണ്ട്, സന്യാസ ദീക്ഷ. ഇപ്പൊ നമ്മളെ ആൾക്കാർക്ക് എന്നാ പറയാ, സന്യാസിയെ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇപ്പൊ നമ്മൾ പറയാം ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ചാതുർവർണ്ണ്യം പറയുന്ന ആളുകളുണ്ട്. കൂടാതെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഇത്ര ആളുകൾക്ക് അറിയാം. പക്ഷെ സന്യാസി എന്ന് പറഞ്ഞാൽ ഈ കാവ്യ എടുത്ത സന്യാസിയാണെന്ന് എല്ലാവരും കരുതുന്നത്. സന്യാസത്തിന് 6 തലമുണ്ട്, ചുരുങ്ങി 4 എന്ന് പറയും. എന്തായാലും അതിന്റെ അവസാനത്തെ തലം അവധൂതത്വമാണ്. അവധൂതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സമ്പ്രദായത്തിലേക്ക് കടന്നാൽ മാത്രമേ പറ്റുള്ളൂ. കാരണം വൈദികനാകുമ്പോൾ കുറെ നിയമം ഉണ്ടാവും. പച്ചക്കറി കഴിക്കണം, മറ്റത് കഴിക്കണം, അങ്ങനെ കുളിക്കണം, ഇങ്ങനെ കുളിക്കണം, നടക്കണം, അങ്ങനെ നിയമങ്ങളുണ്ട്. സന്യാസിക്കും ഉണ്ട്, കാവ്യ എടുക്കണം, ഭസ്മം ധരിക്കണം, അങ്ങനെ പല രീതി, ദണ്ട് പിടിക്കണം, പല ടൈപ്പാണ്, ഒരു ടൈപ്പല്ല. ഇതിനെയൊക്കെ മറികടന്നു പോകുന്നതാണ് അവധൂത ദീക്ഷ. അപ്പൊ അങ്ങനെ അവധൂത ദീക്ഷ സ്വീകരിച്ചപ്പോൾ ഇന്ന് നമ്മുടെ പേരെന്താന്ന് ചോദിച്ചാൽ പരാഭട്ടാരക വിവേകാനന്ദനാഥ പാദതീർത്ഥ സ്വാമി എന്നാണ് നമ്മളുടെ പേര്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അതും നമുക്ക് വേണ്ട, നമുക്ക് ചണ്ടാളനായാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഒരു സമയത്ത് ദേവസ്വം ബോർഡിന്റെ ഓഫീസിൽ വെച്ച് ചില വർണ്ണ കാഴ്ചപ്പാടുള്ള ജാതി മേൽക്കോയ്മ സിദ്ധാന്തമുള്ള ബ്രാഹ്മണ താന്ത്രികന്മാര് നമ്മള് ദേവസ്വം ബോർഡിന്റെ അങ്ങയുടെ ചോദ്യത്തിലൂടെ കടന്നു വരാം. നമ്മൾ ദേവസ്വം ബോർഡ് അംഗീകരിക്കുന്ന ഒരു തന്ത്രിവര്യനാണ്. രാജ്യത്ത് നമ്മൾ ജാതി ഇല്ല എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ദലിത് ആദിവാസി വിഭാഗങ്ങളിൽ നിന്ന് ദേവസ്വം ബോർഡിന്റെ അംഗീകാരമുള്ള ഒരേ ഒരു തന്ത്രിയുള്ള ഈ രാജ്യത്ത് തന്നെ അത് നമ്മളാണ്. തന്ത്രി എന്ന് പറഞ്ഞാൽ കേവലമല്ല, ക്ഷേത്രതന്ത്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിന് ഉത്സവം പ്രതിഷ്ഠയൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മൾ മാത്രമാണ്. കേരളത്തിലെ ദേവസ്വം ബോർഡുകളിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ 9 അംഗ അംഗീകൃത തന്ത്രിമാരിൽ നമ്മൾ മാത്രമാണ്. തൃശ്ശൂർ കഴിഞ്ഞാൽ അംഗീകാരമുള്ള തന്ത്രി നമ്മൾ മാത്രം. അംഗീകാരം പ്രതിഷ്ഠിക്കുന്നതല്ല, ഈ വേദം പഠിച്ചു സൈൻ ചെയ്യാനുള്ള അധികാരമാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ അറിവുള്ള ആളായിട്ട് അവർ അംഗീകരിച്ചിരിക്കുന്നത് നമ്മളെയാണ്. അപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ തന്ത്രിയിൽ നമ്മൾ വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് പറയുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ദേവസ്വം ബോർഡ് ഓഫീസിൽ നിന്ന് ചില തന്ത്രിമാര് നമ്മോട് ശർമ്മ എന്ന് നിങ്ങളുടെ കൂടെ വെക്കാൻ പാടില്ല, ഞങ്ങളുടേതാണെന്ന് പറഞ്ഞു. നമ്മളൊരു തർക്കത്തിനും പോയില്ല. നമ്മൾ അവരോട് പറഞ്ഞാൽ എന്നാൽ ശരി, നിങ്ങൾ എടുത്തോളൂ, ഇനി മുതൽ നമ്മളെ ബിജു ചെറുമൻ എന്ന് പറഞ്ഞാൽ മതി. ഈ ചെറുമൻ എന്ന് പറയുമ്പോൾ എനിക്ക് ചെറുമത്വം കൊണ്ട് കുന്തിളിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അങ്ങനെ ഒരു ജനതയുണ്ടെങ്കിൽ, ചെറുമനും പറയനും പാണനും തുടങ്ങുന്ന ഒരു ജനതയുണ്ടെങ്കിൽ അവർക്ക് തോന്നട്ടെ അവരുടെ ഇടയിൽ ഒരാള് ഉണ്ടെന്ന്. അപ്പൊ നമുക്ക് ഇവിടുത്തെ പ്രദേശത്തെ ആൾക്കാരായാലും ശരി, ചുറ്റുപാടുള്ള ഓരോരുത്തരോടും പറയാനുള്ളത്, ഒരു ജാതീയമായ കാഴ്ചപ്പാടില്ല. ഇവിടെ ബ്രാഹ്മണ കുട്ടികളും നായന്മാരും ഈഴവരും മുസ്ലിങ്ങളും ക്രൈസ്തവരും ഒക്കെ ഇവിടെ ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ എല്ലാവരും ഇവിടെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ അങ്ങേക്ക് അറിയാം, അങ്ങ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ കോയമ്പത്തൂരിൽ നിന്ന് ആള് പഠിക്കാനായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അപ്പോഴും പറഞ്ഞത് പഠിപ്പിക്കുന്ന പറഞ്ഞത്, അതിന് കണ്ടീഷൻ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് എനിക്ക് എല്ലാ പ്രേക്ഷകരോടും പറയാനുള്ളത്, നമ്മൾ അറിവിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പേരോ നമ്മുടെ വേഷഭൂഷാദികളോ ഒക്കെ അറിവുകേടിനെതിരെയുള്ള നമ്മുടെ സാമൂഹിക സമരമാണ്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ പോലും നമ്മുടെ വ്യവസ്ഥാപിത സാമൂഹിക രാഷ്ട്രീയമുണ്ട്. ഇലക്ഷന്റെ ഭാഗമായി നടക്കുന്ന കക്ഷി രാഷ്ട്രീയമല്ല, അതിന്റെ ഭാഗമല്ല നമ്മൾ. അത് സാധാരണ ഒരു വോട്ടർ മാത്രമാണ്, രാജ്യത്തൊരു പൗരനാണ്. എന്നാൽ അതിനപ്പുറം നമുക്ക് കൃത്യമായിട്ട് ഒരു സാമൂഹിക രാഷ്ട്രീയം നമുക്ക് മുന്നോട്ട് വെക്കാനുണ്ട്. അതാണ് നമ്മുടെ വേഷഭൂഷാദികളൊക്കെ. അപ്പൊ അതുകൊണ്ട് ഈ പ്രദേശത്തുള്ളവരെല്ലാം നമ്മളെ കേൾക്കുന്നവർ ആദ്യം നമുക്ക് അങ്ങയുടെ ഈ ചാനലിനെ ഫോളോ ചെയ്യുന്ന ഓരോരുത്തരോടും പറയാനുള്ളത്, ആർക്ക് എപ്പോൾ നമ്മളെ കുറിച്ച് എന്ത് ചോദ്യങ്ങളുണ്ടെങ്കിലും ഡയറക്റ്റ് വരാം, പക്ഷെ ഒന്ന് വിളിച്ചിട്ട് വരണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്പറൊക്കെ അങ്ങേ കോൺടാക്ട് ചെയ്താൽ എന്തായാലും കിട്ടും, നമുക്കറിയാം. അപ്പൊ അങ്ങനെ വിളിച്ചു വരികയാണെങ്കിൽ ഏത് രീതിയിലും അവരുടെ പ്രത്യയശാസ്ത്രം എന്തുമാകട്ടെ, അയാൾ വിശ്വാസിയാവണമെന്ന് പോലും നമുക്കില്ല. അയാൾക്ക് വിപ്ലവത്തിന്റെ ആളാകാം, അല്ലെങ്കിൽ മുഴു ഹിന്ദുത്വവാദിയാവാം, അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് ആവാം. ഏതാളാണ് അവർ എല്ലാ സർവാദരോടും കൂടിയിട്ടാണ് നമ്മൾ കാണുക, സ്വീകരിക്കുക, ഇരുത്തുക. അവർക്ക് എന്ത് ചോദ്യങ്ങളും ആവാം. അതിൽ ചോദ്യങ്ങൾ മാന്യമായിരിക്കണം എന്നേ ഉള്ളൂ, അത് ഇന്നതായിരിക്കണം എന്നില്ല. ഏതൊട്ട് സെന്റ് വരെ ചോദിക്കാം. അങ്ങനെ ചോദിച്ചറിയുക. നാരായണ ഗുരു പറഞ്ഞ പോലെ അറിയാനായിരിക്കണം ചോദ്യം, തർക്കിക്കാനാവരുത്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ വ്യക്തമായിട്ട് ഹിന്ദു ധർമ്മത്തിൽ നമ്മളെന്താണെന്നും, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഒരു ഇന്റർവ്യൂവിലൂടെ തന്നെ സത്യം പറഞ്ഞാൽ ചണ്ടാളബാബയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ചണ്ടാളബാബ എന്തേ എന്നുള്ള ചോദ്യത്തിന് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന വർണ്ണമേൽക്കൊയ്മ കൊണ്ട്, ജാതി മേൽക്കൊയ്മ കൊണ്ട്, മതങ്ങളെ കൊണ്ട് എന്റേത് മാത്രം ശരി നിന്റേത് തെറ്റേ എന്ന് പറയുന്നവരുടെ, അങ്ങനെ ഒരു തെറ്റുണ്ടെങ്കിൽ എല്ലാം തെറ്റാണ്, അല്ലെങ്കിൽ എല്ലാം ശരിയാണ്. അതുകൊണ്ട് ഞാനോ നിങ്ങൾ വഴിമാറാൻ പറയുന്നവരോ അല്ല വഴിമാറേണ്ടത്, നിങ്ങൾ സ്വയം മാറുകയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ ജനിച്ച ഒരു ജീവിയാണ് നമ്മൾ. ആ ജീവിക്ക് ഞാൻ സാമൂഹികമായി, രാഷ്ട്രീയപരമായി, എൻ്റെ ധാർമ്മികപരമായിട്ടും അല്ലെങ്കിൽ സമരപരമായിട്ടൊക്കെ നമ്മൾ ഇട്ട പേരാണ് ചണ്ടാള ബാബ. ബാക്കി പേരുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് തന്നെ മഹാചണ്ടാള ബാബ എന്തെന്നുള്ളത് ചെറിയ രീതിയിൽ നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കും. ഈ ഒരു വേഷം ഇതൊരു പ്രത്യേകത ഉണ്ട്. ഇത് മാന്ത്രിക വഴിയാണോ? അത് അല്ല, ഇത് വടി
ഇവിടെയാണ് ബ്രാഹ്മണനൊരു അടയാളം. ബ്രാഹ്മണന്റെ അടയാളമായിട്ട് നമുക്ക് എന്താ കണ്ടാ പെട്ടെന്ന് എന്താ പറയുക, ഏതെന്താ അടയാളം ബ്രാഹ്മണനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കാറ്? പൂണൂല് ഇല്ലേ? ശിഖയും പൂണൂലുമാണ് അത്ര ബ്രാഹ്മണന്റെ ബാഹ്യാടയാളങ്ങൾ. എന്താ പൂണൂലിന്റെ പ്രത്യേകത? പൂണൂല് 3 ഇഴ, 9 ഇഴ നൂലുകൾ 3ആക്കി 3 ഇഴ നൂലേ കാണുള്ളൂ. അപ്പൊ ആ 3 ഇഴ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ ബ്രഹ്മവിഷ്ണു മഹേശ്വരം സത്വരജ തമോ ഗുണങ്ങളും, അല്ലെങ്കിൽ നമ്മൾ പറയാ ഭൂർഭുവ സ്വഹ എന്ന് വ്യാഹൃതികള്, അതല്ലെങ്കിൽ അഗ്നി സൂര്യ സോമ എന്ന് പറഞ്ഞ മണ്ഡലങ്ങൾ, ഇങ്ങനെ ഒരുപാട് അർത്ഥം ഉണ്ട് ആ 3 ഇഴയ്ക്ക്. അതായത് നമ്മുടെ ഷഡ് ആധാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ആ പറയുന്ന അധികാര ചിഹ്നം. ഇങ്ങനെ വരുമ്പോൾ സാധാരണ താന്ത്രികന്മാർക്ക് പൂണൂലില്ല. കാരണം ഗതം ശൂദ്രസ്യ ശൂദ്രത്വം വിപ്രസ്യാപീച്ച വിപ്രത ദീക്ഷാ സംസ്കാര സമ്പന്ന ജാതി ഭേദന വിദ്യത എന്നാണ് പരമശിവൻ പറയുന്നത്. തന്ത്രശാസ്ത്ര ദീക്ഷ എടുക്കുന്നതോടുകൂടി ബ്രാഹ്മണനാണെങ്കിൽ അവന്റെ ബ്രാഹ്മണ്യം പോകും, പൂണൂലിൽ ഇല്ല. ശൂദ്രനാണെങ്കിൽ അവന്റെ ശൂദ്രത്വം പോയി. അപ്പൊ അതായത് തന്ത്രശാസ്ത്രത്തിലുള്ളത് ശിവത്വം മാത്രമാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് തന്ത്രശാസ്ത്ര പറയാൻ ഞാൻ ശിവനാണ്. അയ്യോ ശിവൻ എന്ന് ഇങ്ങനെ ലേറ്റിയൊക്കെ വരുമോ? ഇല്ല, മനുഷ്യനാണ്. ശിവത്വം എന്ന് പറഞ്ഞാൽ ബോധമാണ്, ശിവം എന്ന് പറഞ്ഞാൽ ബോധമാണ്, തെളിഞ്ഞ ബോധം. അപ്പൊ ഈ വടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മലബാർ സമ്പ്രദായം, കുലാചാര സമ്പ്രദായം, മുത്തപ്പന്മാരെ ആരാധിക്കുന്നവർക്ക് അറിയാൻ പറ്റും. കുടുംബത്തിൽ മുത്തപ്പൻ വെച്ച് ആരാധിക്കുന്നവർക്ക് ഒരു ചൂരൽ ഉണ്ടായിരിക്കും. അപ്പൊ മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ ടീച്ചറാണ്, ഗുരുവാണ്. കുടുംബത്തിലെ ഗുരുവാണ് മുത്തപ്പൻ. ഗുരുക്കന്മാരുടെ കയ്യിൽ വടി ഉണ്ടാവും. സ്കൂളിൽ പണ്ട് കാലത്ത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, ഇപ്പൊ ഒരുപാട് പണിഷ്മെന്റ് ഉണ്ട്. സ്കൂളിൽ ടീച്ചർ ഉണ്ടോ? ടീച്ചർക്ക് എന്തിനാതെ? ശിക്ഷിക്കാൻ, അടിക്കാന്നല്ല. ശിക്ഷണം എന്ന് പറഞ്ഞാൽ അടിക്കാന്നുള്ള അർത്ഥമല്ല, നേർവഴിക്ക് നടത്തുക എന്നുള്ളതാണ് ശിക്ഷണത്തിന്റെ അർത്ഥം. അങ്ങനെ വരുമ്പോ ആ നേർവഴി കാണിക്കുന്നവനാണ് എന്നുള്ളതിന്റെ അടയാളമാണ് ചൂരൻ. അതിൽ 1, 2, 3, 4, 5, 6 കെട്ടുണ്ട്. 6 കെട്ടും മുകളിലൊരു മകുടമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഷഡാധാരങ്ങൾക്ക് മുകളിൽ ഉള്ള സഹസ്രദള പത്മം വിടർന്ന് അതിൽ ആനന്ദാനുഭൂതി അനുഭവിക്കുന്ന ഒരു ആത്മീയ ജ്ഞാനി എന്ന് കാണിക്കാനാ. പക്ഷെ ഇത് പാണന്റെ കയ്യിലും പറയന്റെ കയ്യിലൊന്നും വേണ്ട. നമ്മളെ ശ്രീകൃഷ്ണ പരുന്ത് സിനിമയിൽ മോഹൻലാൽ ഒരു തമ്പിയോ നായരെന്തോ അയാളെ കയ്യിൽ വരേണ്ട എന്താണ്? അത്തരമുള്ള നമ്മൾ പറയുന്ന പോലെ ഭൂരിപക്ഷ ഹിന്ദുവിന്റെ അധികാര ചിഹ്നമാണ് ഈ വടി. പക്ഷെ എന്താണ് ഇപ്പൊ കാണുമ്പോൾ എന്താ പറയുന്നത്? ഇത് കൂടോത്രക്കാരന്റെ മന്ത്രവാദിയുടെ വടിയാണ്. സ്വന്തം സ്വത്തും ഹൈന്ദവർ മറന്നിരിക്കുന്നു. കഞ്ഞുകുടി വലിയ വിവാദമായതാണ് കേരളത്തിൽ, എപ്പോഴും വിവാദമാവുന്ന വിഷയം. നമ്മൾ പറയാം, അറിവില്ലാത്തവൻ ജാതി കൊണ്ട് അടിച്ച് ചെയ്യിപ്പിച്ചു, അറിവില്ലാത്തവൻ കഴിക്കുകയും ചെയ്തു. എന്നാൽ അറിവുള്ളവർ കഴിച്ചത് ഭൂമിയുടെ വാർത്തട്ടെ. ഇവിടെ നമ്മുടെ ജന്മദിനത്തിൽ കുഴി കുത്തി കഞ്ഞൂടിയായിട്ട് ചടങ്ങ് തന്നെയുണ്ട്. പല ക്ഷേത്രങ്ങളിലും കുഴി കുത്തിയിട്ടാണ് കഞ്ഞി കൊടുക്കുന്നത്. മോശമായിട്ടല്ല, മോശമായി ആചരിക്കുന്നു എങ്കിൽ 2 കൂട്ടർക്കും അറിവില്ല. അവിടെ വെച്ചോ ഭൂമി സ്വാമി വിവേകാനന്ദൻ ലോകം മുഴുവൻ ചുറ്റിയിട്ട് ചിക്കാഗോയിൽ തിരിച്ചു വന്ന് ആ വിവേകാനന്ദ പാറയിൽ കടന്നുകൊണ്ട് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ അമ്മയുടെ മടിത്തട്ടിൽ ഒന്ന് വിശ്രമിക്കട്ടെ എന്നാണ്. ഭൂമി മാതാവാണ്. സത്യത്തിൽ ഭൂമി മാതാവായി കണ്ടവരുടെ കയ്യിൽ ഭൂമി ഉണ്ടാവില്ല. രാജ്യത്ത് ഭൂമി ഇല്ലാത്തൊരു വിഭാഗം അടിസ്ഥാന ജനതയാണ്. കാരണം എന്താ അറിയോ? അവര് ഭൂമി വിറ്റിട്ടില്ല, വാങ്ങിയിട്ടില്ല. ബാക്കിയുള്ളവർ ഭൂമി മാതാവാണെന്ന് പറയാണ്. മാതാവാണെന്ന് പറഞ്ഞ ഭൂമി വിൽക്കുന്നു. അപ്പൊ വിൽക്കണ്ടല്ല സാമൂഹ്യ വ്യവസ്ഥ ഇപ്പൊ പറയാ. അപ്പൊ അതുകൊണ്ട് ചിരട്ട എന്ന് പറയുന്നത് അറിവിന്റെ അടയാളമാണ് ചിരട്ട. അതിന് 3 കണ്ണുണ്ടായിരിക്കും, ചിലത് 4 ഉണ്ടാവും, 3 ഉണ്ടാവും. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ സത്വരജ തമോഗുണം ബ്രഹ്മവിഷ്ണു മഹേശ്വരന്റെ പ്രകൃതി പുരുഷനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സങ്കല്പമാണ് ചിരട്ട. അതാണ്ടാണ് അതാ ഓർണമെന്റ്സ് അങ്ങനെ വരുന്നത്. ഇനി അടുത്തതാണ് ഈ ഒരു സാധനം. ഇതാണ് വലിയ വിഷയം. കാരണം പലപ്പോഴും ചോദിക്കും, ഈ കുലാചാരത്തിലും മലബാരത്തിലൊക്കെ ഈ തലയെക്കെട്ടുണ്ടോ? ഒന്നെന്താ വെച്ചാൽ തലയെക്കെട്ട് എല്ലാവരും ഉണ്ട്. പണ്ട് ആൾക്കാർ പണിക്ക് പോകുന്ന സമയത്ത് തലയിൽ കെട്ട് കെട്ടും. അപ്പൊ അതുണ്ട്. പക്ഷെ അതാണോ? അതല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ജസ്റ്റ് ഇതൊന്നും എടുത്ത് വെക്കുകയാണ്. ഈ ഒരു തലയെക്കെട്ടിൽ എന്താ വെച്ചാൽ കറുത്ത ഒരു കെട്ട് കാണുന്നുണ്ട്, ഉള്ളിൽ ചുവപ്പുണ്ട്, സിക്കുകാരെ കെട്ട് പോലെ. ചുവപ്പ് നിറം ഇവിടുത്തെ ആദ്യ സമ്പ്രദായങ്ങൾ ഇപ്പൊ ചെങ്കുരുതി കരിങ്കുരുതി വെച്ച് പൂജിക്കുന്നവർക്ക് അറിയാൻ പറ്റും. അവിടെ ചെങ്കുരുതി മോശമല്ല, അതും തന്നെ അതൊക്കെ കൂടോത്രാന്ന് കരുതുക. കരിങ്കുരുതി എന്ന് പറഞ്ഞാൽ ശിവത്വമാണ്, പരമേശ്വരൻ നല്ലച്ഛന്റെ സ്വരൂപമാണ്. കറുത്തതായിട്ടാ കാണുക. പ്രപഞ്ചം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ കറുപ്പാണ്. കറുപ്പ് നിറമല്ല, ആ ശൂന്യത കറുത്തിരിക്കും എന്നുള്ളതാണ്, വെളുത്തല്ല. കറുപ്പ് എല്ലാതിനെയും സ്വീകരിക്കും, ഒന്നിനെയും അങ്ങോട്ട് പ്രതിഫലിപ്പിക്കില്ല. അതാണ് പരിപൂർണതയുടെ നിറമാണ്. ഇപ്പൊ കാവി പൂർണ്ണതയുടെ നിറമല്ല. കാരണം എന്താ വെച്ചാൽ അതിൽ ചളി വരുള്ളൂ. പ്രത്യേകിച്ച് ശുദ്ധാഗ്നിയുടെ വർണ്ണം നീലയാണ്. ഇപ്പൊ ഇവിടുത്തെ സന്യാസിമാർക്ക് നീലവർണ്ണ, അതായത് അഗ്നിവർണ്ണമാണ് കാവി എന്നാ പറയുക. പക്ഷെ അഗ്നിവർണ്ണ ശുദ്ധാഗ്നി എന്താ? നീലവർണ്ണമാണ്. അപ്പൊ അതുപോലെയാണ് കറുപ്പ്. അപ്പൊ പരമേശ്വരൻ, പരാശക്തിയുടെ നിറമാണ് ചുവപ്പ്. ഈ ഒരു പരാശക്തി നിറമാണ് ചുവപ്പ്. അപ്പൊ ശിവനും ശക്തിയും എവിടെയാണ് മേളിക്കേണ്ടത്? ഇവിടെ മേളിക്കണം എന്നാണ് തന്ത്രശാസ്ത്രമാണ്. ഇതിന്റെ ഉള്ളിൽ പുലാധാരത്തിൽ കിടക്കുന്ന കുണ്ടലിനി ശക്തി ഉണർന്ന് സഹസ്രതളാത്മകത്തുള്ള ശിവനുമായി മേളിക്കുമ്പോൾ ആനന്ദം ഉണ്ടാകും. ഇതിന്റെ പ്രതീകമാണ് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കൊടിയേറ്റും ഉത്സവം വെടിക്കെട്ടൊക്കെ ഇതിന്റെ പ്രതീകാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു സങ്കല്പത്തിൽ എന്ത് ചെയ്തു? ആ ഒരു കെട്ടുണ്ടാക്കി. അപ്പൊ അതിന് എന്തിനാ അത് വെക്കാൻ വേണ്ടിയിട്ടല്ല, ഇതിന്റെ ഉള്ളിലുള്ള ഇതാണ് ഞാൻ കാര്യം കൊടുക്കുന്നത്. ഇതൊരു പാളയുടെ കഷ്ണമാണ്. ഈ പാളയുടെ കഷ്ണം എന്ന് പറഞ്ഞാൽ ഈ നാടിന്റെ തനത് സംസ്കൃതിയുടെ അടയാളമാണ്. ഇവിടുത്തെ ഒട്ടുമിക്ക ഇവിടെ ഒരു പ്രധാന മുഖ്യമായ ഒരു വരുമാന മാർഗം കൃഷിയായിരുന്നു, ജീവിതോപാധി കൃഷിയായിരുന്നു. ആ കൃഷി ചെയ്തവരെല്ലാം തന്നെ തലയിൽ ഒരു പാളത്തൊപ്പി വെച്ചിരുന്നു. ആ പാളത്തൊപ്പി, ആ കൃഷി വെച്ചിട്ട് നിങ്ങൾ കൃഷി ചെയ്യുന്നില്ലോ, അപ്പോൾ വെറും കൃഷിയുടെ അടയാളമല്ല. നേരത്തെ പറഞ്ഞ ആനന്ദത്തിന്റെ അനുഭൂതി ശിരസിൽ ഉണ്ടാകുമ്പോൾ
അത് പുറത്തേക്ക് ഒഴുകും. ഇതാണ് ഉത്സവത്തിൽ നമ്മൾ ഈ കൊടയൊക്കെ കൊണ്ടുപോകുന്നത് കാണാൻ പറ്റും. ഈ ചെറുമ സമുദായങ്ങളെ കൊട കൊണ്ടുപോകുന്നതൊക്കെ അതിലെന്ന് വെച്ചാൽ കുരുത്തോല തൂക്കിയിട്ടുണ്ടായിരിക്കും, ഇല്ലേ? കുരുത്തോല. ഈ കുരുത്തോല എന്താ വെച്ചാൽ കുരുത്തോലനെ കള്ളു കുടിക്കുക വരും. കള്ളുടിച്ച് ബോധം കിട്ടുന്നല്ല വേണേ കള്ളുടി. ഇപ്പൊ മദ്യം ഈ തെങ്കലിന് പറയാ തന്ത്രശാസ്ത്രത്തിന് പറയുന്ന പേര് കേരക്ഷീരം എന്നാ പറയാ. അത് എന്താ വെച്ചാൽ അത് അമൃതായിട്ടാ പറയാ. ഇപ്പൊ യാഗത്തിന് സോമം ഇടിച്ചു പൊഴിഞ്ഞുണ്ടാക്കുന്ന നീര് ലഹരിയെ തരും. അത് പക്ഷെ വിശുദ്ധമായിട്ടാ പറയാ. കാരണം അത് ജാതി ബ്രാഹ്മണർ ചെയ്യുന്നത് കൊണ്ട് വിശുദ്ധമായതാണ്. ഇവിടെ അതിന് വേണ്ടിയിട്ട് ഈ ചെത്താൻ വേണ്ടിയിട്ട് ചില ആളുകൾ പോയിരുന്നു. അവര് തീയർ സമുദായം, ഈഴവർ സമുദായം എന്നൊക്കെ പറയും. ഇത് മാത്രമല്ല അവരുടെ പണി. ചില ആളുകൾ നമ്മൾ എടുത്തു പറയുന്നത് ഇവരെ മോശക്കാരായിട്ടാണ് കാണാം. സത്യത്തിൽ ഇവര് താന്ത്രിക യജ്ഞങ്ങളുടെ ഈ ദ്രവ്യം ഉണ്ടാക്കാൻ അധികാരമുള്ള ഋതിക്കുകളാണ്. അവർക്ക് കൊടുക്കുന്ന പ്രാധാന്യം എത്ര വലുതാണ്. പക്ഷെ എന്താ പറയാ, ചേപ്പനാണ്, ചോനാണ് എന്നൊക്കെ പണ്ട് ഒരു പുച്ഛമാണ് ആ ജനതയോട്. എന്നാൽ നമ്പൂതിരിക്ക് വലിയ കാര്യം കൊടുത്തു. അത് നമ്മുടെ നമ്പൂതിരിയുടെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. അപ്പൊ അങ്ങനെയുള്ള ആ കള്ള് പോലെ തന്നെയാണ് കുരുത്തോലയും ആനന്ദത്തിന്റെ പ്രതീകമാണ്. ആ ആനന്ദം കുരുത്തോല പോലെ തന്നെയാണ് പൂക്കൂല. അപ്പൊ സർപ്പങ്ങളെ പൂജിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതിന്റെ തലയിൽ അവസാനം കൊണ്ട് മഞ്ഞളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ എന്താ പറയാ കവുങ്ങും പൂക്കില വെക്കും. ഇത് ആനന്ദത്തിന്റെ പ്രതീക. അപ്പൊ ആ ആനന്ദത്തിന്റെ പ്രതീകം അത് പണ്ട് ആനന്ദത്തിന്റെ പ്രതീകമായിട്ട് പാണനും പറയനും നായരും ഈഴവനും ആശാരിയും ഒക്കെ വെച്ചിരുന്ന ഒരു സാധനമാണ് പാളത്തൊപ്പി. അതുകൊണ്ട് അത് തന്ത്രാടയാളമാണ്, ജാത്യാടയാളമല്ല. ആ സംസ്കൃതി ഇപ്പൊ എല്ലാവരും പൂണലടിപ്പിക്കുന്നുണ്ട്, പച്ചക്കറി എടുപ്പിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ പ്രതിനിധാനം ചെയ്യുന്നത് ഭൂരിപക്ഷ ജനതയാണ്. കാരണം ഇവിടെ അസ്പൃശ്യരില്ല, അവർന്ന് ഈ താഴ്ന്നവനില്ല, എല്ലാവരും തുല്യരാണ്. നിങ്ങൾ നിങ്ങളെ അറിയൂ. അതിന്റെ ഭാഗമാണ് ഈ ഒരു പാളയെ കവർ ചെയ്യുന്നതാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇതൊരു അഭിമാനത്തിന്റെ ഒരു അടയാളം, അഭിമാനം ഉണ്ടാക്കുന്ന അടയാളം. ഒന്നും മോശമില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി. പക്ഷെ എന്താണ് അതിന്റെ രഹസ്യമാണ്, എന്തൊരു രഹസ്യമാണ്. അപ്പൊ എന്താണ് അതിനൊരു കവറൊക്കെ വെച്ച് പഴയ പോലെയല്ല, കാലത്തിന്റെ മാറ്റത്തിൽ കൊണ്ട് ആ ഡ്രസ്സിന് വേണ്ട കാര്യം. പിന്നെ അടുത്താണ് ഇതിന്റെ ഉള്ളിലുള്ള ചിരട്ട കൊണ്ടുള്ള ചന്ദ്രക്കലയും കുത്തും. ചന്ദ്രക്കലയും കുത്തും കാണുമ്പോൾ ചില ആളുകൾ ഇത് മുസ്ലിങ്ങളുടെ അടയാളമാണെന്ന് കരുതുന്നത്. അതൊക്കെ വലിയ വിഷമമുള്ള കാര്യമാണ്. മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നതിന് ചന്ദ്രക്കലയും ഒരു ക്രോസിലാണ് വരിക. ക്രോസിൽ വേണ്ട ഒരു കുത്താണ്. സത്യത്തിൽ ഈ അടയാളം, ഈ ചന്ദ്രക്കലയും കുത്തും വന്നതിന്റെ അർത്ഥം എന്താ വെച്ചാല് ഭുവനേശ്വരിയുടെ ബീജാണ്. ഭുവനേശ്വരി എന്ന് എഴുതുന്നതിന് പകരം തന്ത്രത്തിൽ സിമ്പലുകളുണ്ട്. ഇതിട്ട് കഴിഞ്ഞാൽ ഭുവനേശ്വരിയാണെന്ന്. ഭുവനേശ്വരിയുടെ പ്രത്യേകത ശുക്രന്റെ ദേവതയാണ്, വെള്ളിയാഴ്ചയുടെ ദേവതയാണ് ഇത്. മുസ്ലിങ്ങളുടെ പ്രാർത്ഥന വെള്ളിയാഴ്ചയായിരിക്കും. ആ വെള്ളിയാഴ്ച നട്ടുച്ചയ്ക്കാണ് പ്രാർത്ഥന. വെള്ളയുടുത്തിട്ടാണ് പ്രാർത്ഥിക്കുക. ഭൗതികമായി അവരുടെ അഭിവൃദ്ധി കൂടുതലാണ്. കാരണം അറിഞ്ഞോ അറിയാതെ അവര് പരാശക്തിയെ ഉപാസിക്കുകയും പരമേശ്വരനെ പറയുകയും ചെയ്യും. അത് അവരുടെ പ്രവാചകന്റെ ഒരു തന്ത്രമായിരിക്കും, മറ്റുള്ള മതവിഷയത്തിലേക്ക് അല്ല പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് അങ്ങനെയല്ല. ഇവർക്കൊക്കെ ഈ ഇസ്ലാമിക മതം, ലോകത്തെ എല്ലാ മതങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പേ, വേദങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ ഇവിടെ തന്ത്രമുണ്ട്. മനുഷ്യൻ പ്രകൃതിയെ ആരാധിക്കുന്ന രീതിയുണ്ട്. കല്ലിനെയും മരങ്ങളെയും ഒക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന ജൈനേന്ദ്രിയത്തെ, അമ്മയെ, അച്ഛനെ, ലിംഗത്തെ, യോനിയൊക്കെ ആരാധിക്കുന്ന രീതിയുണ്ട്. ആ ഒരു സമ്പ്രദായത്തിന് നാദസമ്പ്രദായം എന്ന് പറയാം. അവിടെ പരമേശ്വരന്റെ പേര് ആദിനാഥൻ എന്നാണ്. ആ ആദിനാഥനിൽ തുടങ്ങുന്ന വിദ്യയെ നാദപാരമ്പര്യം, നാദസമ്പ്രദായം എന്നൊക്കെ പറയും. ആ നാദസമ്പ്രദായത്തിന്റെ അടയാളം ഇതാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നാദം, ഓംകാരം എഴുതുന്ന സമയത്ത് അവസാനം മുകളിൽ നിങ്ങളിത് കാണാൻ പറ്റും. ഇതതിന്റെ അവസാനത്തിലാണ്. അപ്പൊ അവസാനത്തിലാന്ന് പറയുമ്പോൾ അതാണ് ആദ്യത്തിലുള്ളത്. അപ്പൊ ആ ഒരു ജ്ഞാനത്തിന്റെ പരിപൂർണതയുടെ അടയാളമാണ് ഈ ഒരു ചന്ദ്രകല. അതാണ് നമ്മൾ ശിരസിൽ ചൂടിയിരിക്കുന്നത്. അപ്പൊ അത് ഓരോരുത്തരും അപ്പൊ അതുകൊണ്ട് നമ്മുടെ വേഷം. പിന്നെ ചിലർക്ക് ഈ കോട്ട എന്താണെന്നുള്ളത്, കോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു വസ്ത്രം, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം. പിന്നെ എനിക്ക് എന്റെ ശരീരം ഇങ്ങനെ കാണിക്കാൻ കഴിയില്ല. എനിക്ക് എപ്പോഴും ഷർട്ട് ഇടണം. എന്റെ ശരീരത്തിൽ ഇപ്പൊ ഇതിന് കയ്യിൽ, അങ്ങനെ ഈ വീഡിയോയിൽ കാണുന്നു വരുന്നു, കയ്യിൽ എന്താ വെച്ചാൽ എനിക്ക് മുറിപ്പാടുകളുണ്ട്, ഈ കയ്യിലുണ്ട്, അങ്ങേക്ക് അറിയുണ്ടായിരിക്കും. എന്റെ ശരീരം മുഴുവൻ മുറിപ്പാടുകളാണ്. എന്താ വെച്ചാൽ എന്റെ ആത്മീയ പ്രവർത്തനങ്ങൾ കേവലം ഭക്തിയിൽ ഊന്നിക്കൊണ്ട്. ഒരു പ്രത്യേകത ഇവിടെ ഈ ക്ഷേത്രമുണ്ട്, പ്രതിഷ്ഠ എന്നുള്ളത് ഒരു ചോദ്യം. രണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള പ്രതിഷ്ഠകളൊക്കെയാണ് ഇവിടെ കാണുന്നല്ലേ. സാധാരണ ക്ഷേത്രങ്ങൾ കാണുന്ന വിഭിന്നമായിട്ട് അതേപോലെ ഒരു യോനി, ലിംഗം, ഇതൊക്കെ കാണുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ? ഒരുപാട് പ്രത്യേകതകൾ ഇവിടെ തോന്നുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ എല്ലാത്തിനും വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ട്. എന്താ അതിന്റെ ഒരു ഒന്ന് എന്താ വെച്ചാൽ ഇവിടെ ഏറ്റവും പ്രധാനം, ഇപ്പൊ ചണ്ടാളൻ നമ്മൾ പറഞ്ഞാലും, ഞാനൊരു മനുഷ്യനാണല്ലോ, എനിക്ക് പരിമിതികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇവിടെ ഒരു ചണ്ടാളേശ്വരൻ ഉണ്ട്. അതാണ് അവിടെ കാണുന്ന ഒരു ശിവലിംഗ രൂപത്തിലിരിക്കുന്നത്. അത് ചീഞ്ഞു നാറുന്ന മണ്ണ് കുഴച്ച് ഞാൻ ഉണ്ടാക്കിയതാണ്, എന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ചീഞ്ഞു നാറുന്ന മണ്ണ് എന്ന് വെച്ചാൽ വളരെ വൃത്തികേടായ മണ്ണ് എന്ന് പറയാനുള്ള കാരണം, അതിനൊരു ഫിലോസഫി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര വൃത്തികെട്ട സാധനമായാലും ശരി, വേണ്ടവണ്ണം സംസ്കരിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേണ്ടവണ്ണം അതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ആരാധ്യമായി വരും എന്ന സന്ദേശമാണ് അതിൽ കൊടുക്കുന്നത്. നിങ്ങൾ എത്ര ചിലരല്ല, അയാൾ കള്ളുടിയാനാ, നന്നാവില്ല, അവന് മറ്റതാ, നന്നാവില്ല എന്നിങ്ങനെ പറയും. നന്നാവാത്തായിട്ട് ഈ ലോകത്തൊന്നുമില്ല. നമ്മൾ അടിച്ചേൽപ്പിച്ച് നന്നാക്കാത്താണ്. കട്ടവനെ കള്ളൻ എന്ന് വിളിക്കാനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അവനെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ പഠിച്ചിട്ടില്ല. അവിടെ നമ്മൾ കൊടുക്കുന്ന സന്ദേശം എന്താ വെച്ചാൽ, എത്രയായാലും നിങ്ങൾക്ക് ഇതുപോലെ ആരാധ്യനായി മാറാം. ഞാനൊരു സാധാരണ വീട്ടിൽ ജനിച്ച ആളാണ്, എല്ലാവരും എന്നെ വന്ദിക്കണം, എനിക്കൊരു നിർബന്ധവും ഇല്ല.
അല്ലെങ്കിൽ അതിൽ വലിയ ഭ്രമവും ഇല്ല നമുക്ക്. പക്ഷെ മറിച്ച് പലരും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന പലരുടെയും വീട്ടിൽ ദൈവത്തിനൊപ്പം വെച്ച് നമ്മളെ പൂജിക്കുന്നുണ്ട്. ദൈവം എന്നല്ല വച്ച മനുഷ്യന, ഗുരുസങ്കല്പമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഗുരു സാക്ഷാൽ പരബ്രഹ്മമാണ് കേട്ടോ. അപ്പൊ എന്താ വെച്ചാല് അങ്ങനെ കാരണം എന്താ വെച്ചാൽ നമ്മൾ അത് എന്തോ ഒരു മാറ്റം, സാധാരണ മനുഷ്യൻ തന്നെ നമ്മൾ എല്ലാ പോരായ്മയും നമുക്കുണ്ട്, പക്ഷെ എന്നാലൊരു മാറ്റം ചിലർ കാണുന്നുണ്ട്. അതാണ് ചണ്ടാളേശ്വരൻ. അതിന് ചുവടെ 3 കല്ലിരിക്കുന്നുണ്ട്. അത് നമ്മൾ പാഞ്ചാലിമേട്ടില് പാഞ്ചാലിമേട് എന്ന് പറഞ്ഞ ഒരു ഹൈന്ദവ ആരാധന നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ആരാധന നടക്കുന്ന സ്ഥലമായിരുന്നു. വള്ളിയങ്കാവിൽ അമ്മയൊക്കെ അതിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പൊ അവിടെ എന്താ വെച്ചാൽ കുരിശ് കൃഷികൾ നടക്കുന്ന സമയത്ത് ഞാൻ മോശമായിട്ട് പറയല്ല, കുരിശിരിക്കേണ്ടടുത്ത് പറഞ്ഞ് ഞാൻ കുരിശിനെ ആദരിക്കുന്നു. അതിനു വേണ്ടി കുരിശ് ഭൂമി കയ്യേറാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ അത് കൃഷിയാണെന്ന് തന്നെ പറയുള്ളൂ. അതിപ്പോ എന്ത് ആരാധന, ഇപ്പൊ എന്നോട് അമ്പലം കിട്ടിയാലും ഞാൻ അംഗീകരിക്കില്ല. കാരണം വനഭൂമി വനഭൂമിയായി നിലനിൽക്കട്ടെ, ക്ഷേത്രഭൂമി ക്ഷേത്രഭൂമിയായി നിൽക്കട്ടെ. ഇതിന് മുസ്ലിങ്ങളുടെ ഭൂമിയുണ്ടെങ്കിൽ അക്കത്ത് പോയിട്ട് ഞാൻ അമ്പലമായിരുന്നു, ഖുറൈശി ഗോത്രത്തിന്റെയൊക്കെ പുരാതന അമ്പലമായിരുന്നു. എന്നാൽ പോലും ഇന്നിപ്പോ വലിയ പരാതിയൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർ പരിഹരിക്കട്ടെ, എന്റെ വിഷയമല്ല. യഹൂദന്മാരും യഹൂദന്മാരും ഈ മുസ്ലിങ്ങളൊക്കെ പരിഹരിക്കട്ടെ. പക്ഷെ മറിച്ച് അവിടെ ഒന്നും വേറൊരു കലാപം വേണ്ടാണ്. പക്ഷെ മറിച്ച് ഇവിടെ കുരിശ് കൃഷി ഉണ്ടായപ്പോ എല്ലാ ഹൈന്ദവ സംഘടനകളും നോക്കി അവരൊക്കെ ഇങ്ങനെ സമരം ചെയ്ത് അവർ നാമജപ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒറ്റയ്ക്കാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ 4 ശിഷ്യന്മാരെയും കൂട്ടി പോയിട്ട് അവിടെ കുരിശിന്റെ തൊട്ട മുന്നിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് 3 കല്ല് കൊണ്ടുപോയി അവിടെ വെച്ച് നമ്മൾ ഗംഭീരമായിട്ടൊരു പൂജ നടത്തി. അതിനുശേഷം അവിടുന്ന് 3 കല്ലെടുത്തു. എന്റെ കല്ല് അവിടെ വെച്ചു, 3 കല്ല് അവിടെ നിന്ന് എടുത്തു. അത് എല്ലാ വർഷവും ശരിക്കും ചെല്ലാൻ കഴിയില്ല, അതിന്റെ തിരക്കുണ്ടാവും. അവിടുന്ന് ആ കുരിശിന്റെ അടിയിൽ പൂജ ചെയ്ത് കൊടുത്തു വെച്ചാണ്. ആ സമയത്ത് ഇവിടുത്തെ പല നേതാക്കന്മാർ അവിടെ നിന്നിട്ട് നാമജപം നടത്തുക, കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒറ്റയ്ക്കാ. എന്നിട്ട് അത് പോയി ചെയ്തു. അതിന്റെ അടയാളമാണ് ആ 3 കല്ല് താഴെ ഇരിക്കുന്നത്. മുകളിലിരിക്കുന്നത് ഞാൻ ഈ തറവാട്ടിലേക്ക് വന്ന ആളാണ്. ഈ മംഗലാംകുന്നിൽ ഈ തറവാട്ടിലേക്ക് വന്നാണ്. ഇവിടെ ബാലകൃഷ്ണൻ നായരുടെ വീടാണിത്. ഈ വീട്ടിലേക്ക് തന്നെ അവര് സ്വീകരിച്ചതാണ് ഈ വീട്ടിലേക്ക്. അപ്പൊ ആ വീട്ടിൽ അവർ പരമ്പരാഗതമായി ആരാധിച്ചിരുന്ന വിശ്വാസമായിട്ടുള്ള ആ കല്ലുകളാണ് അവിടെ ഇരിക്കുന്നത്. അത് മലദൈവങ്ങളൊക്കെയാണ് ആ ദൈവങ്ങൾ ഇരിക്കുന്നത്. പിന്നെ ഉള്ളത് സർപ്പങ്ങളാണ്. എല്ലാവർക്കും അറിയാം, ഫാണമൊക്കെ ഉണ്ട്, സർപ്പങ്ങളാണ്. അത് പണ്ട് ഞാൻ ആരാധിച്ചിരുന്നത് തന്നെയാണ്. ഞാൻ വന്നപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ ഉള്ളതാണ് പുറത്ത് കാണുന്നതാണ് വേറൊരു ശിവലിംഗം പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അവിടെ ശങ്കരാചാര്യയും എന്റെ ദീക്ഷിത രൂപമുണ്ട്, വിവേകാനന്ദനാഥന്റെ രൂപമുണ്ട്, ശങ്കരാചാര്യന്റെ മുകളിൽ ചണ്ടാളബാബയും ഉണ്ട്. അപ്പൊ അതെന്താ വെച്ചാൽ ശിവലിംഗം വെച്ചിരിക്കുന്നത് ഇവിടുത്തെ ശിഷ്യർക്ക് കൊടുക്കുന്ന സന്ദേശമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഭക്തർക്ക് കൊടുക്കുന്ന സന്ദേശമാണ്. നിങ്ങളുടെ ഗുരുവിൽ മാത്രം ഭ്രമിച്ചുകൊണ്ട് മറ്റു സമ്പ്രദായം, പ്രത്യേകിച്ച് ബ്രാഹ്മണര്, നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിൽ ഈ ബ്രാഹ്മണിസത്തെ വല്ലാണ്ട് എതിർക്കുന്ന ആളാണ് നമ്മൾ. ഇസത്തെ, ബ്രാഹ്മണരെ അല്ല, മേൽക്കൊയ്മ സിദ്ധാന്തത്തെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഭാവിയിൽ എന്റെ മരണശേഷം അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴോ നിങ്ങൾ ഒരു തരത്തിലും ശങ്കര പരമ്പരയോ ബ്രാഹ്മണരെയോ മറ്റുള്ളവരെയോ ആക്ഷേപിക്കരുത്. ശങ്കരനാവട്ടെ, ഞാനാകട്ടെ, ആരുമാകട്ടെ എല്ലാം ആ പരമേശ്വരൻ തന്നെ എന്ന് കാണിക്കുന്നത് ഗുരുപീഠമായിട്ടാണ് ഒരു പീഠം അവിടെ വെച്ചിരിക്കുന്നത്. ഒരു ഭേദവും അനീതിക്കെതിരെ സംസാരിക്കും, പക്ഷെ അത് വെച്ചിരിക്കുന്നത്. പിന്നെ കൂടാതെ ചെറിയ ബലിക്കല്ലും മറ്റും പിന്നെ ഒരുപാട് വിഗ്രഹങ്ങൾ പലതും പല സ്ഥലത്തും പ്രതിഷ്ഠയ്ക്ക് പോകുന്ന സമയത്ത് ഉപേക്ഷിക്കേണ്ടി വരും, അവർക്ക് അത് എടുക്കേണ്ടി വരും. അത് ഞാനിവിടെ കുട്ടികൾക്ക് പൂജ പഠിക്കാൻ വേണ്ടി വെച്ചു, അതിനെയൊക്കെ ആരാധിക്കുന്നുമുണ്ട്. അവിടുത്തെ ചൈതന്യമല്ല, ഒരു ആരാധിച്ച് പൂജിക്കുന്നുണ്ട്. പിന്നെയാണ് ലിംഗവും യോനിയും വെച്ചിരിക്കുന്നത്. ഒന്ന് ലിംഗവും യോനി എന്ന് പറഞ്ഞാൽ ലോകത്തെ ആദ്യത്തെ ആരാധന എന്ന് പറഞ്ഞാൽ യോനി ആരാധനയാണ്. ഇപ്പൊ തന്നെ ഈ പാലക്കാട് ജില്ലയിലെ ഒരു പർവ്വതം ഒരു പാറക്കഷ്ണം യോനി കൊത്തിവെച്ചത് കണ്ടത് പുരാവസ്തു ഗവേഷകർ കണ്ടിട്ട് വലിയ വാർത്ത പത്രത്തിലൊന്നും ഞാൻ കാണേണ്ടായി. വലിയ അത്ഭുതത്തോടെയാണ് നോക്കി കണ്ടത്. ആ സമയത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ ആൾക്കാർ ഇത് എന്താ എങ്ങനെയെന്ന് ഇരുന്നു. ആദ്യത്തെ ആരാധന യോനി ആരാധന. അതിന് കാരണം വെച്ചാൽ മനുഷ്യൻ അത്ഭുതപ്പെട്ട ഒരു പ്രക്രിയയാണോ ഈ സന്താനങ്ങളെ ഉണ്ടാവുക എന്നുള്ളത്. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞിരുന്നില്ല ആദ്യ മനുഷ്യന്. അപ്പൊ അവിടെ ഉത്ഭവിച്ചു. പിന്നെ ശക്തിയുടെ സ്വരൂപം, ദേവിയുടെ യോനി രൂപ, അമ്മയുടെ ലളിതാസനം വായിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. യോനി രൂപ എന്ന് പറയും. യോനി രൂപം ത്രികോണം, കാളിയുടെ രൂപം ത്രികോണാണ്. അതെന്താണ്? സാക്ഷാൽ ദേവിയുടെ രൂപം ഓരോ സ്ത്രീയുടെയും ജനനേന്ദ്രിയം, അത് യോനി രൂപമാണ് എന്ന് നമ്മുടെ താന്ത്രികവും വൈദികവുമായ ഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഇത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങയുടെ കൂടെ വന്ന ഒരു ആശാരി സമുദായത്തിൽ ഒരു മുത്താശാരി നമ്മൾ അടുത്തിരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം വാസ്തു ചെയ്യുന്ന ആളാണോ ചോദിച്ചപ്പോൾ അതേന്നാ പറഞ്ഞു, കുറ്റിയടിക്കുന്ന പറഞ്ഞു. അദ്ദേഹത്തിന് അറിയാൻ പറ്റും യോനി എന്ന് പറഞ്ഞ പ്രയോഗം വാസ്തുവിദ്യയിലുണ്ട്. വാസ്തുവിദ്യയിൽ എങ്ങനെയാ വെച്ചാൽ കണക്കിന് ഒരു വീട് എങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു അതിന് യോനി എന്നാ പറയാ. ആ യോനിയെ കുറിച്ച് വാസ്തുവിദ്യ യോനി പ്രാണാം ഏവധാംനാം എന്ന പ്രമാണം ഉണ്ട്. വെച്ചാല് യോനി തന്നെയാണ് ഒരു ഗൃഹത്തിന്റെ ക്ഷേത്രത്തിന്റെ പ്രാണൻ. അപ്പൊ അങ്ങനെ വരുമ്പോ യോനി എന്ന് പറഞ്ഞാൽ അത് പ്രകൃതിയുടെ യോനിയാണ്, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അമ്മയുടെ യോനിയാണ്, പെങ്ങളുടെ മകളുടെ ഓരോരുത്തരും അത് പരാശക്തിയാണ്. സ്ത്രീയെ ആരാധിക്കുന്നത് എത്ര നാര്യസ്തു പൂജന്തി എന്ന് പറയുമ്പോൾ അവിടെ ജനനേന്ദ്രിയമുണ്ട്, ശക്തിയുണ്ട്. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ യോനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ആരാധിക്കുന്നത്. അത് കണ്ടുകൊണ്ട് ഭ്രമിക്കണ്ട. എന്റെ മക്കൾ നാളെ ബസ്സിൽ കയറി ആരെയും തോണ്ടാൻ പാടില്ല. മക്കൾ എന്ന് പറഞ്ഞാൽ ഭക്തരൊക്കെ ആയിരിക്കും. ഒരു യോനി കണ്ടതുകൊണ്ട് ഭ്രമിക്കാൻ പാടില്ല, കാരണം അത് പരാശക്തിയാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ വിടുന്ന് വിട്ടുന്ന പല ക്ഷേത്രത്തിലും ഗുരുവായൂരൊക്കെ ഉണ്ടെന്ന് പോകണം, ഞാൻ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറാറില്ല. അപ്പോൾ അതുപോലെ തന്നെ ലിംഗമാണെങ്കിലും, ലിംഗം എന്ന് പറഞ്ഞാൽ പലരും വേണത് ശിവലിംഗം എന്ന് പറഞ്ഞാൽ അരൂപമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അരൂപത്തിന് എന്തിനാണ് പുരുഷലിംഗത്തിന്റെ രൂപം കൊടുത്തത്? അത് പുരാണങ്ങളിൽ തന്നെ വേണ്ട ശിവന്റെ ലിംഗവുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട്. ലിംഗം എന്നുള്ള അടയാളം എന്ന അർത്ഥമേ ഉള്ളൂ. അടയാളം പുരുഷന്റെ അടയാളം വെക്കാൻ കാരണം പുരുഷൻ എന്നാണ് സാംഖ്യയോഗം ഈ പരമേശ്വരൻ പറഞ്ഞ പുരുഷൻ എന്നാ പറഞ്ഞത്. പ്രകൃതി പുരുഷൻ. പുരുഷൻ എന്ന് പറഞ്ഞാൽ എഴുതാൻ പുരുഷൻ എന്ന് എഴുതാം. അടയാളപ്പെടുത്താൻ പറഞ്ഞ എങ്ങനെ അടയാളപ്പെടുത്തും?
ഒരു പുരുഷലിംഗം വരച്ചിട്ടേ പറ്റുള്ളൂ. ആദ്യത്തിൽ അക്ഷരമല്ല ഉണ്ടായത്, ആദ്യത്തിൽ ശബ്ദങ്ങളും അപശബ്ദങ്ങൾ ഉണ്ടാക്കിയത്, പിന്നെ അടയാളപ്പെടുത്തലാണ്. പല ഗുഹാക്ഷേത്രങ്ങളിലും പോയി കഴിഞ്ഞാൽ അക്ഷരങ്ങൾ നമുക്ക് കാണില്ല, വരച്ചതാ കാണാൻ പറ്റുക. അപ്പൊ അടയാളം പരമേശ്വരന്റെ അടയാളം. അത് എന്തുകൊണ്ടാണ് പുരുഷലിംഗം തന്നെ ആയത്? അതാണ് പുരുഷത്വം. പിന്നെ കൂടാതെ അതിൽ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നൊരു ഒരു പുരുഷലിംഗത്തിൽ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്റെ, ഒരു സ്ത്രീലിംഗത്തിൽ യോനിയിൽ ദശകാളി താര ചിന്നമസ്ത ധൂമാവതി ബകളാമുഖി തുടങ്ങിയ കമല വരെയുള്ള ദശമഹാവിദ്യകൾ ഒരു സ്ത്രീയുടെ സ്വന്തം ഭാര്യയാവട്ടെ പെങ്ങളാവട്ടെ ആർത്തവതിയാകുമ്പോൾ എന്തുകൊണ്ട് ആഘോഷിച്ചു? പരാശക്തി ഇരിക്കുന്നു. പക്ഷെ അതറിയില്ല. കേവല ഉപഭോഗ വസ്തുവായിട്ടാണ് ലിംഗത്തെയും യോനിയെയും കാണുന്നത്. ഈ ഒരു ശരീരം, പശുവിന്റെ ശരീരത്തിൽ സർവ്വദേവതകളുണ്ടെന്നാണ് ചില ഹിന്ദുക്കൾ പറയുന്നത്. പശുവിന്റെ ശരീരത്തിൽ മാത്രമല്ല, പട്ടിയിലും പൂച്ചയിലും സർവോപരി മനുഷ്യനിലും ഉണ്ട്, പക്ഷെ അറിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ലിംഗവും യോനി ഇവിടെ ഉപഭോഗ വസ്തുവല്ല, ആരാധ്യ വസ്തുവാണ്. അത് ആദരിക്കണം. എന്റെ അമ്മയിൽ നിന്ന് ഞാൻ വന്ന അമ്മയുടെ വായിലൂടെയല്ല, എനിക്ക് മോക്ഷം തന്ന എന്റെ അമ്മയുടെ യോനിയാണ്. അത് വിശ്വയോനിയാണ്, ഞാൻ സ്മരിക്കുന്നതാണ്. കാളി എന്ന് പറയുന്നത് യോനിയാണ്. ഇതുപോലെ തന്നെ എനിക്ക് ഭോഗം, എനിക്ക് എന്റെ ശക്തി എന്റെ തന്നെ ആയിരിക്കുന്ന പ്രതിബിംബങ്ങളെ, എന്റെ സന്താനങ്ങളെ എനിക്ക് സംഭാവന ചെയ്തത് അതുപോലൊരു യോനിയാണ്. അതിന്റെ ഭോഗമാർഗവും യോഗമാർഗവും യോനിയും ലിംഗവുമാണ്. അതാണ് ഇത്. തന്ത്രമാണ്, യോഗഭോഗാത്മകമാണ്. അടുത്താണ് ശീലകത്തിരിക്കുന്നത് ഒരു കാളി വിഗ്രഹമാണ്. അത് കളിമണ്ണിൽ തീർത്ത കാളി വിഗ്രഹമാണ്. അത് ഈ കുലദേവതയായിട്ട് ആരാധിക്കപ്പെടുന്ന ദേവതയാണ്. ഇത് കൂടാതെ അകത്ത് മുകളിലേക്ക് പോയാൽ, ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവിടെ 2 മുറങ്ങൾ കാണാൻ പറ്റും. 2 മുറങ്ങളിൽ ഒരു മുറത്തിലിരിക്കുന്നത് കുട്ടിച്ചാത്തന്റെ രൂപമാണ് ചങ്ങല ചിലമ്പ്. ചങ്ങല ചിലമ്പ് മുറം എന്നുള്ളത്തെ ചെറുമ അങ്ങനെ തുടങ്ങുന്ന ആളുകളുടെ പരമ ട്രഡീഷണൽ ആരാധനയാണ്. 21 കണ്ണിയുള്ള ചങ്ങല. 21 കണ്ണിയുള്ള ചങ്ങല എന്ന് പറഞ്ഞാൽ 21 ലോകങ്ങളെ കുറിക്കുന്നതാണ്. പിന്നെ കൂടാതെ തത്വങ്ങൾ, ശൈവ തത്വങ്ങൾ 96 ശൈവ തത്വങ്ങളുണ്ട്. അതിനെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 21 തത്വമായിട്ട് മാറും. അപ്പൊ അത് ഇതൊക്കെ പറയുമ്പോൾ എനിക്കറിയാം, അങ്ങനെ പ്രേക്ഷകർക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നെങ്കിൽ നമുക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ പുറത്തുനിന്ന് കാണുന്ന കൂടോത്രവും മന്ത്രവാദവും അല്ല ചണ്ടാളബാബയുടെ മുന്നിൽ. ചണ്ടാളബാബയ്ക്ക്, ചണ്ടാളൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ശ്മശാനത്തിൽ ഇരിക്കുന്ന ജോലി കത്തിക്കുന്ന പണിയാ, ഡെഡ് ബോഡി കത്തിക്കുന്ന പണിയാ. ഇവിടെ കത്തിക്കുന്ന എങ്ങനെ വെച്ചാൽ, നിങ്ങൾ ഇതുവരെ അറിഞ്ഞ ജ്ഞാനം, ഇതുവരെ നിങ്ങൾ വേദാന്തോ തന്ത്രോ അല്ലെങ്കിൽ നിങ്ങളുടെ മതോ എന്ത് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ വരുന്നതോടുകൂടി നിങ്ങളുടെ എല്ലാ അജ്ഞാനങ്ങളെയും കത്തിച്ച് ശുദ്ധജ്ഞാനമാകുന്ന ഭസ്മമാക്കി പുറത്തു വിടും. അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോകണം. അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന ഓരോ വീഡിയോയിലും വെറും ഭക്തി മാത്രം, വഴിപാട് മാത്രം പറയുമ്പോൾ ഇവിടെ അതല്ല, ഇവിടെ അതുണ്ട്. സൂപ്പർ മാർക്കറ്റാ. ഇവിടെ വഴിപാടിന് ഇപ്പൊ ഒരു ശത്രുദോഷം എന്ന് പറഞ്ഞാൽ അതിന് പരിഹാരമുണ്ട്. ശത്രുദോഷം സ്വയം തീർക്കണമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും. കുലദൈവത്തെ പ്രതിഷ്ഠിക്കാൻ പറഞ്ഞു കൊടുക്കും. മഹാക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനും പുനരുദ്ധാരണം നടത്താൻ പറഞ്ഞു കൊടുക്കും. ക്ഷേത്രം കെട്ടാൻ വാസ്തുവിദ്യ അറിയില്ലെങ്കിൽ അത് പഠിപ്പിക്കും. വീട് കെട്ടാൻ പഠിപ്പിക്കും. ജ്യോതിഷം പഠിപ്പിക്കും. എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അപ്പൊ അവിടെ മുകളിലിരിക്കുന്ന അവിടെ കുട്ടിച്ചാത്തനും മറ്റും ഉണ്ടെന്ന് പറയുമ്പോൾ ഇന്നതാണ് ഞാൻ ജസ്റ്റ് അവിടെ പറഞ്ഞ് നിർത്താണ്. വേറെയും കുറെ കാര്യങ്ങൾ. അടുത്തത് മറ്റേ മുറത്തിലിരിക്കുന്നത് ശ്രീചക്ര മേരുവാണ്. ശ്രീചക്ര മേരുവില് ഈ പറഞ്ഞ നവാവരണ പൂജകളോടി 64 ലക്ഷം കോടി ദേവതകളെ ആരാധിക്കുന്നതാണ്. ഇന്ന് ഇന്ത്യ മഹാരാഷ്ട്രത്തിലെ ലോകത്ത് തന്നെ താന്ത്രികമായ ഏറ്റവും വലിയൊരു പൂജാപദ്ധതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാതെ എല്ലാവരും പറയും ശ്രീചക്ര പൂജയാണ് എന്നുള്ളത്. അതിൽ തന്നെ ഈ പറഞ്ഞ 64 ലക്ഷം കോടി ദേവതകളുണ്ട്. സാക്ഷാൽ പരമേശ്വരിക്ക് ചോടയാണ് എല്ലാ ദേവതകളും, ശിവനും വിഷ്ണു ചക്രനാരായണനും ഒക്കെ വരുന്നത് അതിന് ചോടയാണ്. ഒരു ക്ഷേത്രത്തിൽ എവിടെയാണോ ആരാധന അവസാനിക്കുന്നത് അവിടെയാണ് ശ്രീചക്രം ആരംഭിക്കുന്നത്. ഒരു ക്ഷേത്രത്തിൽ പോകുന്നതിനാ അല്ലയോ ദേവി എനിക്ക് അതുണ്ടാവണേ ഇതുണ്ടാവണേ ഇല്ലേ, അതുണ്ടാവണേ ഇതുണ്ടാവണേ എന്ന് തുടങ്ങുന്ന ശ്രീചക്രത്തിന് ഏറ്റവും പുറത്ത ഭാഗമാണ് ഗോപുരം എന്ന് പറയും. അവിടെ ഈ പറയുന്ന അണിമ ലഘിമ തുടങ്ങുന്ന സിദ്ധിദേവതകളെ പൂജിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ വലിയൊരു താന്ത്രികം, അങ്ങനെ സാക്ഷാൽ പരാശക്തിയിലേക്ക് പോകുന്ന വലിയൊരു പദ്ധതി ഇരിക്കുന്നതാണ് മഹാശ്രീചക്രം. അത് അവിടെ അകത്തിരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഹൈന്ദവമായിരിക്കുന്ന എല്ലാ, പിന്നെ ഖുറാനും ബൈബിളും ഗീതയൊക്കെ അവിടെ ഇരിക്കേണ്ട പ്രാർത്ഥിക്കാൻ വേണ്ടി എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ആലയം വളരെ സിമ്പിളായി സ്റ്റേറ്റ് ഹൈവേയിൽ ഒരു 4 സെന്റിൽ വളരെ ഇടുക്കി കൂടെ. പിന്നെ കുറെ കുട്ടികളും ഉണ്ട് ഇവിടെ. കുട്ടികൾ പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഞങ്ങൾ കണ്ട 2-3 ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പഠിക്കുന്നവരാണ്. ഇവിടെ ശനി ഞായർ ദിവസങ്ങളിൽ തന്ത്രത്തിന്റെ ക്ലാസ്സിനെ കുറിച്ച് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെയാണ് ചോദിച്ചാൽ അങ്ങനത്തെ ശബ്ദത്തിലൂടെ തന്നെ ചോദിക്കാം. നമ്മൾ ഇവിടുത്തെ ഒരു പൂജാവിധാനം എന്ന് പറയുമ്പോൾ ഇവിടെ സാധാരണഗതിയിൽ ഒരു കാലത്തും വൈകിട്ടും ഒരു ആരതിയാണ് എല്ലായിടത്തും ഉള്ളത്. ഇപ്പോ ഈ മീനഭരണിയോട് ബന്ധപ്പെട്ട് നമ്മൾ എന്താ വെച്ചാല് നേരെ കുമ്പത്തില് ഈ ഭരണിയോട് ബന്ധപ്പെട്ട് ഇവിടെ നിത്യേന രാത്രിയിൽ കാളി പൂജ നടക്കുന്നുണ്ട്, സഹസ്രനാമപാരായണം നടക്കുന്നുണ്ട്, അർച്ചനാദികൾ നടക്കുന്നുണ്ട്. പിന്നെ ആയില്യത്തിന് നമുക്ക് വിശേഷമായിട്ട് സർപ്പങ്ങൾക്ക് പൂജ ചെയ്യുന്നുണ്ട്. വഴിപാടുണ്ടെങ്കിൽ സർപ്പബലി വലുതോ ചെറുതോ ആയിട്ടുള്ള കാര്യങ്ങൾ യഥാർത്ഥ വിധിപ്രകാരം ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്ന വിധിപ്രകാരം ചെയ്തു വരുന്നുണ്ട്. അതല്ലാതെ ഉള്ളതെന്ന് വെച്ചാൽ കറുത്ത വാവിന് നമ്മളിവിടെ സാധാരണഗതിയിൽ ഒരു കൗളാചാര പ്രകാരമുള്ള പൂജകൾ കറുത്ത വാവിന് നടക്കുന്നുണ്ട്. പൗർണമിക്ക് മുത്തിക്ക് കൊടുക്കൽ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്, സ്ത്രീകൾ ചെയ്യുന്നൊരു പൂജ നടക്കുന്നുണ്ട്. പിന്നെയുള്ളത് ചിലപ്പോൾ അധികം ആളുകൾക്ക് എന്ന് വെച്ചാൽ ഈ പൂജയൊക്കെ ഉണ്ടെങ്കിലും അവരുടേതായിരിക്കുന്ന
വിഷമങ്ങൾ, അവർക്ക് വന്നിരിക്കുന്ന ആപത്തുകൾ അല്ലെങ്കിൽ ദുരിതങ്ങൾക്ക് എന്താ കാരണം എന്നറിയാം. ജ്യോതിഷ പ്രശ്ന വിചാരം എന്നൊക്കെ പറയും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നമ്മൾ മുറവും നെല്ലും ഉപയോഗിച്ച് നടത്തുന്ന ഒരു പ്രശ്ന വിചാരമാണ്. നമ്മൾ കവടി ജ്യോതിഷം പഠിച്ചതാണെങ്കിലും അതൊന്നും ചെയ്യുന്നില്ല, താമ്പൂലൊന്നുമില്ല. പല ആൾക്കാർക്ക് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനെ പരിപാടി ചെയ്യുന്നത്. അത് പരമ്പരാഗത രീതിയാണ് നെല്ലും മുറം. അപ്പൊ ആ നെല്ലും മുറവും വെച്ചിട്ട് ആ നെല്ലെടുത്ത് വെച്ച് അവരുടെ ദോഷങ്ങൾ കണ്ടെത്തി. ഒരുപാട് കഥ പറയുന്ന രീതി നമുക്കില്ല, കാരണം ദുരിതം അനുഭവിക്കുന്ന ഒരാളോട് പിന്നെ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ അതിനുള്ള കാരണം കണ്ടെത്തിയിട്ട് ആ കാരണം ചികിത്സ നമ്മൾ ഇന്നതാണ് പരിഹാരം എന്ന് പറയും. പരിഹാരം എഴുതി കൊടുക്കുമ്പോഴുള്ള കണ്ടീഷൻ ഇവിടുന്ന് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല, ആ പരിഹാരം ചെയ്യണമെന്നേ ഉള്ളൂ. കൂടാതെ വന്നവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് പൂജയും മറ്റൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് ചെയ്ത് കൊടുത്തയക്കും. എന്തെങ്കിലും ഒരു അടക്കം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യം ചെറുട് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ജപിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ മന്ത്രം എഴുതി കൊടുക്കുക, അത് ജപിച്ചോളാൻ പറയും. ഇനിയിപ്പോൾ മന്ത്ര ദീക്ഷ എടുക്കാൻ വരുന്ന ആളുകളാണ്, അപ്പൊ അതും ഇതിന്റെ കൂടെ പറയുകയാണ്. ചിലപ്പോൾ സ്വയം മന്ത്രസാധനം ചെയ്യണമെന്നുണ്ടാവും. അവർക്ക് സാധാരണ മന്ത്രമായാലും ശരി, ഇപ്പോൾ വീട്ടിൽ കരിങ്കുട്ടി വറക്കുട്ടി തുടങ്ങുന്ന മൂർത്തികളുടെ മന്ത്രമായാലും ശരി, അത് എന്താ പറയുക ഉപാസിക്കണമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും. കാരണം ഈ പൂജകളൊക്കെ നമ്മൾ സ്വന്തം വീട്ടിൽ ചെയ്യേണ്ട പൂജകൾ, ബലിപൂജാദികൾ, ഇപ്പൊ നായർ സമുദായത്തിൽ ഭുവനേശ്വരി പൂജ മുടങ്ങി ഒത്തിരി തറവാടുകളുണ്ട്. അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണ്ടേ, പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, അല്ലെങ്കിൽ ചെയ്യണം എന്ന് പറയല്ല, അവർക്ക് ചെയ്യാൻ ആഗ്രഹിക്കേണ്ടത് പഠിപ്പിച്ചു കൊടുക്കും. അതിനുമായി റിലേറ്റഡ് ആയിട്ട് ഒരു പുസ്തകങ്ങൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ പ്രശ്ന പരിഹാരത്തിലുള്ള മാർഗം ചൊവ്വ വെള്ളി ദിവസങ്ങളുടെ വിളിച്ചു ബുക്ക് ചെയ്ത് വരണം. പെട്ടെന്ന് വന്നാൽ തൊട്ടടുത്ത ആളാണെങ്കിലും കാണാൻ പറ്റില്ല. മുൻകൂട്ടി 2-3 ആളിൽ കൂടുതൽ ഒരു ദിവസം കാണില്ല. പിന്നെ സംസാരിക്കുമ്പോഴും തന്നെ വന്നവന്റെ മനസ്സൊഴിയുന്നവരെ സംസാരിക്കാൻ സമരം കൊടുക്കും. അവര് ഇവിടുന്ന് സന്തോഷമായിട്ട് ഇറങ്ങിപ്പോകണം എന്നുള്ളതാണ്. പിന്നെ വരാൻ പൈസ ഇല്ലെങ്കിൽ കടം വാങ്ങി വരണം. വന്നിട്ട് പോകാൻ പൈസ ഇല്ലെങ്കിൽ, അത്രയും ദാരിദ്ര്യമാണെങ്കിൽ ഇവിടെ ഒരു പെട്ടിയുണ്ട്, അതിനെടുത്ത് പോയിക്കൊള്ളാൻ പറയും. ഇനി അത്ര ബുദ്ധിമുട്ടുള്ളവർക്ക് എന്താ വെച്ചാൽ ഇപ്പൊ എല്ലാ പൈസയും തന്ന് വരാൻ പറ്റില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് കറുത്തവാവിന് ഇവിടെ എങ്ങനെയാ വെച്ചാൽ കാലത്ത് 7 മണിക്ക് വന്നിട്ട് ഒരു 10 മണി വരെ ബുക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. ആ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു പൈസയും വേണ്ട, മുൻകൂട്ടി വിളിക്കണമെന്നും കൂടിയില്ല. അവർ വന്നു കഴിഞ്ഞാൽ ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സത്സംഗം ഉണ്ടായാലും പങ്കെടുക്കുക. അതിനുശേഷം ഒരു പൈസയും വാങ്ങാണ്ട് അവർക്ക് പ്രശ്നവിചാരം നടത്തിയുടെ ദോഷം പറയും. അവരെ പരിഹാരത്തിനും എത്ര വലിയ പരിഹാരമാണെങ്കിലും ശരി ഒരു പൈസ വേണ്ട. അവർക്ക് അവരുടെ എല്ലാ, അത് പ്രേത ദുരിതമായിരിക്കാം, ആഭിചാര ദുരിതമായിരിക്കാം, സർപ്പദോഷങ്ങളായിരിക്കാം, എക്സെട്ര ഒരുപാട് ദോഷങ്ങളുണ്ട്. ദൃഷ്ടിദോഷം, വാക്ദോഷം ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ വിശ്വാസം, കൈവിഷദോഷം, കൈവിഷത്തിന് നമ്മൾ കൈവിഷത്തെ ആവാഹിക്കും, ഒപ്പം കൈവിഷത്തിന് മരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ആ രീതിയിൽ അതൊക്കെ ഒരു പൈസയും വാങ്ങുന്നില്ല അവരെ. പക്ഷെ വന്നു പോകാൻ കഴിയില്ല. കാലത്ത് 7 മണിക്ക് എത്തിയിട്ട് ഈ പരിഹാരവും കഴിഞ്ഞതിന് ശേഷമേ പോകാൻ പറ്റുള്ളൂ. താല്പര്യമുള്ളവർക്ക് രാത്രി 10 മണിയോട് നടക്കുന്ന കർത്തവാവ് പൂജയിൽ പങ്കെടുക്കാൻ പറ്റും. അല്ല വിശേഷമായിട്ട് ഇപ്പൊ ചാർത്തിലൂടെ എഴുതിയതാണെങ്കിൽ അവർക്ക് ശത്രുദോഷമായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് പരാജയമായിരിക്കാം, അങ്ങനെ പല വിഷയങ്ങളെ സമൂഹത്തിലുള്ള അവർക്ക് ഏത് വിധാനത്തിലാണോ പരിഹാരം വേണ്ടത്, വൈഷ്ണവത്തിൽ വേണോ, ശൈവത്തിൽ വേണോ, ശാക്തേയത്തിൽ വേണോ, അല്ല മലബാർ സമ്പ്രദായത്തിൽ വേണോ, ഏത് വിധാനത്തിലാണ് ഈ പരിഹാരം. അത് ഷഡ്കർമ്മങ്ങൾ ന്യായം അനുസരിച്ചിട്ട്. ഷഡ്കർമ്മം എന്ന് പറഞ്ഞാൽ വെറൊരു ശാന്തി കർമ്മം മാത്രമല്ല. എന്നെ സംബന്ധിച്ച അഡ്വക്കേറ്റിന്റെ പോലെ, ക്രിമിനൽ വക്കീലിന്റെ പോലെയാണ്. എന്നെ സമീപിക്കുന്നത് ആരായാലും ശരി, അവർക്ക് ന്യായമുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ അവർക്ക് എന്തും ചെയ്തു കൊടുക്കും. അത് കർമ്മത്തിന്റെ ആ ഒരു കാഠിന്യം അനുസരിച്ച് അതിനൊക്കെ അതിൻ്റെതായ പൈസയും വാങ്ങും. പൈസ വേണ്ട പറഞ്ഞാൽ അതിനെ പൈസയും വാങ്ങണം. ഏത് തൊഴിലിനും വേദന ഉണ്ട്, എണ്ണയും തിരിക്കും പൈസ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ മതസ്ഥർക്കും, ഇവിടെ ചിലർ ചോദിക്കും ഇവിടെ മതം നോക്കാറില്ല, ഭക്തിയുണ്ടോ വിശ്വാസമുണ്ടോ അതുള്ളവർക്ക് ആർക്കും വരാം. ഇവിടുത്തെ കീഴ്വഴക്കം അനുസരിച്ച് തൊഴുതു വളർത്തിയാലുടെ വന്നിട്ട് ഞാൻ തൊഴില്ല എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ വെച്ചിരുന്നാൽ പറ്റില്ല, തൊഴേണ്ടത് തൊഴിന്നെ വേണം. അങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ പ്രതിഷ്ഠ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കപ്പെടുന്നെങ്കിൽ ഒന്നും കൂടി ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ഇപ്പൊ കുടുംബക്ഷേത്രങ്ങളും മറ്റുള്ളതൊക്കെ ചിലപ്പോൾ ചില ആളുകൾ അറിവില്ലായ്മ കൊണ്ട് നമ്പൂതിരിമാരെ കൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അഭിവൃദ്ധിപ്പെടില്ല, കുലധർമ്മ ദോഷം വരും. അപ്പൊ അത്തരം ആളുകൾ അത് പുനഃപ്രതിഷ്ഠ നടത്താൻ വേണ്ടി എല്ലാ സമുദായക്കാർക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞാൽ തട്ടാർ സമുദായക്കാരുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ എന്താ വെച്ചാൽ അത്തരത്തിലുള്ളവർക്ക് പുനഃപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് സ്വന്തം പാരമ്പര്യത്തിൽ പ്രതിഷ്ഠ നടത്തി അവരുടെ സമ്പ്രദായത്തിൽ, എന്നിട്ട് അവരെ തന്നെ അതിന്റെ പൂജാവിധികൾ പറഞ്ഞു കൊടുക്കും. സാധാരണ കുടുംബക്ഷേത്രത്തിൽ ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ ദൈവം ഉണ്ടാവും, അതിനെന്താ വിളിക്കേണ്ടി അറിയണ്ടാവില്ല, കാരണം തന്ത്രിമാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. ഇത് നമ്മൾ അങ്ങനെയല്ല. നമ്മൾ പ്രതിഷ്ഠിച്ചാൽ അവിടുത്തെ മന്ത്രം എന്താണെന്നും അവിടുത്തെ പൂജ എന്താണെന്നും പറഞ്ഞു കൊടുക്കുക പുസ്തകത്തിൽ എഴുതി അവിടെ വെച്ചു കൊടുത്തിട്ടാണ് പോരെ ഇന്ന പോലെ. അതുകൊണ്ട് അത് വളരെ വ്യക്തി. ഇതുപോലെ മഹാക്ഷേത്രമാണെങ്കിലും അതിന്റെ പ്രതിഷ്ഠ, അതായത് ഇന്ന് നിങ്ങൾ കാണുന്ന പോലെ ക്ഷേത്ര പ്രതിഷ്ഠ, അതായത് ഈ പറയുന്ന ഭൂപരിഗ്രഹം തൊട്ടിട്ട് ഉത്സവം വരെയുള്ള പ്രതിഷ്ഠാദി ഉത്സവമുള്ള എല്ലാ കർമ്മങ്ങളും ഇപ്പൊ തന്ത്രസമുച്ചയാണെങ്കിൽ തന്ത്രസമുച്ചയം വെച്ചിട്ടോ, അതല്ല മറ്റ് നമ്മുടേതായ രീതിക്ക് ഇതെല്ലാം ചെയ്തിട്ട് അങ്ങനെയോ ശിവന് വേണ്ടത് ശിവന്, വിഷ്ണുവിന് വേണ്ടത് വിഷ്ണുവിന്, ശങ്കരനാരായണ, ദുർഗയ്ക്ക് വേണ്ടത് ദുർഗയ്ക്ക്, കാളിക്ക് വേണ്ടത് കാളിക്ക്, സർപ്പങ്ങൾക്ക് വേണ്ട സർപ്പങ്ങൾക്ക്, ഒരു വിധി ഭേദം വരുത്താതെ അതാത് വിധിപ്രകാരം സമ്പ്രദായം അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഭക്തൻ ഇങ്ങോട്ട് കയറി വന്നാൽ പഠിക്കണമെങ്കിൽ പഠിക്കാം, ആശ്വാസം വേണമെങ്കിൽ ആശ്വാസമാകാം, അറിവ് വേണമെങ്കിൽ അറിവ്, അല്ല തർക്കമാണെങ്കിൽ ന്യായമായ തർക്കത്തിലൂടെയും പോകാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ചണ്ടാള ബാബ എല്ലാവരെയും എപ്പോഴും സ്വാഗതം ചെയ്യുന്നുണ്ട്. പലപ്പോഴും വിഷമം
ചോദിക്കാതെയാണ്, അറിയാണ്ടെയാണ് ഈ പറയുന്നേ എന്നുള്ളത്. നമ്മൾ അറിയാതെ പറയുന്ന ഒരു വാക്ക് അതൊരു പ്രചരിപ്പിക്കപ്പെട്ടാൽ ചിലപ്പോൾ സമൂഹത്തിൽ അതുകൊണ്ട് വലിയ നഷ്ടങ്ങളാണ് സംഭവിക്കുക. പക്ഷെ മംഗലാംകുന്നിന്റെ ഈ ഒരു സ്ഥാപനം വ്യക്തിപരമായിട്ട് ഒരു ലാഭം പൂജാപഠത്തിൽ നമ്മൾ കാണുന്നില്ല. അത്തരത്തിലൊരു സ്ഥാപനം പ്രത്യേകിച്ച് ആശയപരമായിട്ട് എല്ലാവർക്കും ഈ സമൂഹത്തിൽ നടക്കുന്ന അനീതികളൊക്കെ ഇല്ലാണ്ടാവുന്നുണ്ട്, ഉച്ചനീതിയൊക്കെ ഇല്ലാണ്ടാവുന്നത്. അപ്പൊ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ചണ്ടാള ബാബയുടെ പ്രവർത്തന രീതികൾ മനസ്സിലാക്കാതെ എന്തെങ്കിലും തെറ്റിദ്ധാരണ, കൂടോത്രം, മന്ത്രവാദം, ആഭിചാരം എന്നൊക്കെ പറയുമ്പോൾ മലബാര സമ്പ്രദായം ഒന്നും ആഭിചാരം കൂടോത്രം ഈ കരിങ്കുട്ടിയും പറക്കുട്ടിയും ഒന്നും ആഭിചാരം ഒന്നും അല്ല. അത് മലബാര തന്ത്ര, ശാബര തന്ത്രം എന്നറിയാം. ശിവമുഖത്ത് നിന്ന് ജാതമായതാ. ശിവനെ അറിയാൻ വേണ്ടി പറയണമെന്നല്ല അച്ഛനെന്ന്, ജാതമായ തന്ത്രമാർക്കാണ്, അറിയാഞ്ഞിട്ടാണ്. ഇവിടെ അല്ലാണ്ട് കൂടോത്ര മന്ത്രവാദമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലും ശത്രു സംഹാര പൂജ ചെയ്യുന്നില്ലേ? തൊട്ടടുത്ത ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ബോർഡ് ഉണ്ടല്ലോ, കാര്യസാധ്യ പൂജയില്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ തെറ്റിദ്ധാരണ പറയുന്നുവെങ്കിൽ അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ അവരുടെ അറിവില്ലായ്മ സത്യത്തിൽ അത് വലിയൊരു നഷ്ടമായി മാറിയ സ്ഥാപനത്തിൽ. പ്രത്യേകിച്ച് ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ഇവിടുത്തെ പ്രദേശത്തുള്ള ആരും പഠിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് ആളുള്ളവർക്ക് ഇപ്പൊ തൃശ്ശൂര് അല്ലെങ്കിൽ അങ്ങോട്ടാണ് ആൾക്കാർ കൂടുതൽ, അല്ലെങ്കിൽ കണ്ണൂർ ഭാഗത്ത്. അപ്പൊ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നീട് ഇതുപോലൊരു അംഗീകാരം റിക്രൂട്ട്മെന്റ് ബോർഡിൽ നിന്ന് കിട്ടില്ല, ഒരു സ്ഥാപനം അനുവദിച്ചു തരില്ല. അപ്പൊ അതിനെയൊക്കെ ഉപകാരപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നാൽ അത് ഈ നാടിന് എന്നൊരു ഖ്യാതി ഉണ്ടാവും. അല്ലാണ്ട് ഒരു തരത്തിലും ആർക്കും ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനും ഒരു ജീവിക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു കാര്യം അത് ഇവിടുത്തെ തൊട്ടടുത്ത ആളുകളോട് ചോദിച്ചാൽ പറയാൻ പറ്റും. ഇവിടുന്ന് ഒരു തരത്തിലൊരു പാട്ട് വെച്ചിട്ട് പോലും ഇവിടുന്ന് ഒരാൾക്കൊരു ശല്യമില്ല. കാരണം പരോപദ്രവമാണ് നമ്മെ സംബന്ധിച്ച് പാപം, പരോപകാരം പുണ്യവുമാണ്. അപ്പൊ നമ്മൾ എന്താ വെച്ചാല് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാറില്ല. അതാണ് നമ്മുടെ ഒരു രീതിയുള്ളത്. നമസ്തേ നമസ്കാരം.